അങ്ങനെ അതിനൊരു തീരുമാനമായി. ഫില്ലിന്റെ വീണ്ടും 8ാം തവണയും ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തെത്തി. പക്ഷെ ഇവിടെയുള്ള നമ്മൾക്ക് അല്പ സന്തോഷക്കുറവുണ്ട്. അതിന്റെ കാരണം വഴിയെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഐസ് വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അതിൽ പാല് കാച്ചണം എന്നുള്ളത്. അങ്ങനെ പാല് കാച്ചും ടീപ്പാട്ടിയും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള ആവശ്യം രാത്രിയിൽ ലൈറ്റ് ഇട്ട് കാണണമെന്നായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഐസ് വീടിന്റെ നൈറ്റ് വ്യൂ. വെറും ഒരു സിമ്പിൾ ലൈറ്റ് മാത്രം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നീട് ഈ ഒരു വലിയ വിൻഡോ ചെറുതാക്കണമെന്നായിരുന്നു കമന്റ്സ്. നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. ഐസ് വീട് കംപ്ലീറ്റ് ആകുമ്പോൾ അരോര ലൈറ്റ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് സാധിച്ചെന്ന് മാത്രമല്ല, ആവശ്യത്തിന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ കഴിഞ്ഞു. പിന്നെയുള്ള ആഗ്രഹം സ്നോഫോൾ ആയിരുന്നു. എന്തായാലും അതും വന്നിട്ടുണ്ട്. ഐസ് വീടിന് മുകളിൽ മഞ്ഞ് പെയ്യുന്ന മനോഹരമായ കാഴ്ച ഞങ്ങളെപ്പോലെ തന്നെ ഏവക്കുട്ടനെ നല്ല രീതിയിൽ ആസ്വദിച്ചു. ദാ കണ്ടില്ലേ, ഐസ് വീടിനുള്ളിൽ കിടന്നുറങ്ങിയും അതിനുള്ളിൽ വരുന്ന ഐസിക്കിൾസ് ഒക്കെ പൊട്ടിച്ചു കഴിച്ചു ഏവക്കുട്ടനും ഞങ്ങളും ഒരുപാട് നേരം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തു. പിറ്റേന്നതാ അന്നയും ഫാമിലിയും നമ്മുടെ ഐസ് വീട് കാണാനായി എത്തി. അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏവക്കുട്ടനും അന്നമോളും വളരുമ്പോൾ അവർക്ക് ഇതൊക്കെ നല്ല ഓർമ്മകളാകും. ഇനി നമുക്ക് ഐസ് വീടിനോട് വിട പറയാൻ സമയമായി. ഇവിടെ എല്ലാ ഹോൾസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ടെമ്പറേച്ചർ മൈനസിൽ നിന്നും പ്ലസിലേക്ക് ആയപ്പോൾ നമ്മുടെ ഐസ് വീട് പതിയെ പതിയെ ഉരുകി തുടങ്ങി. കണ്ടില്ലേ, ഇത്രയും സ്ട്രോങ് ആയിരുന്ന ഇത് ഇനി എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാം. അങ്ങനെ ഈ ഒരു വിന്റർ ഞങ്ങൾക്ക് മനോഹരമാക്കി തന്ന നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് വീട് ഓർമ്മയായി മാറി.